നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുക്കൂറാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചാരവശാൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. 6ാം ഭാവത്തിലായിരുന്നു ഇതിനു മുമ്പ് വ്യാഴം നിന്നിരുന്നു. ഇപ്പോൾ 7ലേക്ക് വന്ന കാരണം ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. നല്ല ദൈവാധീനമുണ്ട്. എന്നാലും കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ 6ാം ഭാവത്തിലാണ്. പക്ഷേ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. കാരണം കൊണ്ട് വലിയ ദോഷം എന്ന് പറയാൻ പറ്റില്ല. നിപുണായോഗമുണ്ട്. അതേപോലെ തന്നെ അഷ്ടമത്തിൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ബുധൻ നിൽക്കുന്നത്. അതായത് വിശ്രുത ഗുണ എന്ന് പറഞ്ഞാൽ കീർത്തികൾക്ക് 4 പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള യോഗമാണ്. അപ്പോൾ അത് പ്രത്യേക സ്കില്ലൊക്കെ ഉള്ളവർക്ക് പ്രശസ്തി കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയും. നിപുണായോഗമുണ്ട്. എങ്കിൽ പോലും നിപുണായോഗം എന്ന് പറയുന്നത് കീർത്തിയാണെങ്കിലും ദുഷ്കീർത്തി എന്ന് പറയുന്ന ഒരവസ്ഥയും കൂടി വരാം. അപ്പോൾ ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സമയം കൂടിയാണ്. ലഗ്നത്തിൻ്റെ 2ാം ഭാവാധിപതി നിൽക്കുന്നത് ധനാധിപതിയും സഹായസ്ഥാനാധിപതിയും 4ാം ഭാവത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും സഹായികളും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ടുള്ള വിഷയത്തിലും ഒക്കെ കുറച്ചൊരു മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്താണ് പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. ദുരിതഭവനാധിപതിയായിട്ട് രാഹുകേതുക്കളുടെ ബന്ധനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലഗ്നാൽ 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പരസ്പരം അകന്നു നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമാണ്. കാരണം ആത്മീയകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടി വരിക, ഭർത്താവിനാണെങ്കിലും ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നൊരവസ്ഥയും 7ാം ഭാവാധിപതി നഷ്ടസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഭാര്യാനഷ്ടം എന്ന് പറയുന്നൊരവസ്ഥ, അല്ലെ ഭർത്തൃനഷ്ടം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അകന്ന് താമസിച്ചാലും ഈ ഫലം തന്നെയാണ് വരിക. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവുള്ളവർ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉമാമഹേശ്വരി പൂജയൊക്കെ ശിവക്ഷേത്രത്തിൽ ചെയ്യണം. അതേപോലെ തന്നെ കർമ്മതടസ്സം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കർമാധിപതി അഷ്ടമത്തിലാണ്. അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുക, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാകുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളവർ ഗണപതി ഹോമം, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ്. മക്കളെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിലും രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥയുള്ളത് കാരണം കൊണ്ട് മക്കൾക്ക് അഭിവൃദ്ധിക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, മക്കളെ പ്രതി മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. അപ്പോൾ നല്ല വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വീട് വിട്ട് നിൽക്കാനുള്ള ഒരു യോഗമുണ്ട് ഈ സമയത്ത്. കാരണം 4ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 4 ശനി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.